Hello all, welcome back to Learn and Learn. Today Learn and Learn is in front of you with a short story. Name of the story is That Deep Silence and it is written by Punyakante Wijenaike. Let's see more about the author. Punyakante Wijenaike is a Sri Lankan writer, born in Colombo on 1933. Wijenaike writes primarily in English, including fiction, short stories and anthologies. Her first collection of short stories, The Third Woman, was published in 1963. Since then, she has published 4 collections of short stories and 6 novels, with more than 100 stories published in newspapers, journals and anthologies in Sri Lanka and abroad. 1933 ശ്രീലങ്കയിലെ കൊളംബോയിൽ ജനിച്ച നമ്മുടെ ഓതർ മെയിനായിട്ട് ഇംഗ്ലീഷിലായിരുന്നു ഷോർട്ട് സ്റ്റോറീസ്, ഫിക്ഷൻ, ആന്തോളജീസ് ഇവയൊക്കെ എഴുതിയിരുന്നത്. അവരുടെ ഫസ്റ്റ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ്റെ പേര് ദ തേർഡ് വുമൺ എന്നായിരുന്നു. അത് 1963 പബ്ലിഷ് ചെയ്തത്. ശ്രീലങ്കയിലും എബ്രോഡുമൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറീസും നോവൽസും ഒക്കെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. Although she has spent most of her life in Colombo, she initially used rural villages as her theme, only later turning to urban themes. Her writings highlight the tyranny of community or a group towards its weaker members. നമ്മുടെ ഓതറിൻ്റെ ആദ്യകാല റൈറ്റിംഗ്സിൽ വന്നു പോയിരുന്ന തീമുകൾ റൂറൽ വില്ലേജസിലെ ആൾക്കാരെ പറ്റിയായിരുന്നു. മെയിൻലി ചില കമ്മ്യൂണിറ്റീനെ അല്ലെങ്കിൽ വീക്കർ സെഷൻ ഓഫ് ദ സൊസൈറ്റി ഇവയൊക്കെ പറ്റിയായിരുന്നു. നമ്മുടെ ഓതറിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റോറീസ് ഒക്കെ ഒന്ന് നോക്കാം. An Enemy Within uncovers Graya, Amulet, The Waiting Earth, When Gun Falls Silent, The Rebel, That Deep Silence, To Follow the Sun, Unbinding, A Story of Rebirth and Other Stories, Anoma, The Beetle Wine. The story that we are going to discuss today is That Deep Silence. So let's have an introduction to the story. The story is about the sorrows of an old widow whom her only daughter packs off to an old age home. It is written in the form of a monologue. The story evokes pity for the helpless old widow and contempt for her cruel daughter. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ലെസൺ ഒരു മോണലോഗിൻ്റെ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. വൃദ്ധയായ ഒരു അമ്മയുടെ കണ്ണുകളിലൂടെയാണ് നമ്മൾ ഈ കഥയിൽ നിന്ന് കാണാൻ പോകുന്നത്. വൃദ്ധയും നിരാലംബയുമായ ഒരു അമ്മയെ തൻ്റെ മകൾ വൃദ്ധസദനത്തിലേക്ക് ആക്കുന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ അമ്മയോട് നമുക്ക് സഹതാപവും മകളോട് നമുക്ക് വെറുപ്പുമാണ് തോന്നുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദ സ്റ്റോറി. ദ ഡീപ് സൈലൻസ്. The narrator in the story is an old woman who lives in a small house. A major part of the house has been destroyed as per the instruction of her only daughter, Rushika. The old lady gifted the house to her only daughter, hoping she would stay with her and look after the lady in her old ages. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഈ സ്റ്റോറിയുടെ നറേറ്റർ ഒരു ഓൾഡ് ലേഡിയാണ്. അവരൊരു ചെറിയ വീട്ടിലാണ് താമസം. ഈ വീടിൻ്റെ മേജർ പോർഷൻസ് തൻ്റെ മകൾ ഋഷികയുടെ നിർദ്ദേശപ്രകാരം പൊളിച്ചു നീക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇനി അവശേഷിക്കുന്നത് ഒരു ചെറിയ മുറി മാത്രമാണ്. അവിടെയാണ് ഈ നറേറ്റർ കഴിയുന്നത്. തൻ്റെ വയസ്സുകാലത്ത് തൻ്റെ മകൾ തന്നോടൊപ്പം വന്ന് നിൽക്കുമെന്നും തന്നെ പരിചരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഋഷികയ്ക്ക് ഈ വീട് ഓൾഡ് മദർ ഗിഫ്റ്റായിട്ട് കൊടുത്തത്. ഇനി അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നറേറ്റർ കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതാണ്, അന്നത്തെ കാലത്തെക്കുറിച്ച്. There was a time when people preferred a leafy ark and a grassy piece of land for building their dream house. In the past, it was possible as there was a plentiful land. The old lady and her husband had not been rich. They worked hard and saved money for buying a small piece of land at very reasonable price in 1952. മുമ്പൊരു കാലമുണ്ടായിരുന്നു. അന്ന് ആൾക്കാർ ഓലമേഞ്ഞ വീടും പുല്ലുള്ള മുറ്റവുമൊക്കെയായിരുന്നു പ്രിഫർ ചെയ്തിരുന്നത് തങ്ങളുടെ ഡ്രീം ഹൗസായിട്ട്. പണ്ട് ഒരുപാട് സ്ഥലങ്ങൾ അവൈലബിൾ ആയിരുന്നു. നമ്മുടെ ഓൾഡ് ലേഡിയും അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡും അവരുടെ ചെറുപ്പകാലത്ത് അത്ര റിച്ച് ഒന്നും ആയിരുന്നില്ല. അവരൊരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ കാശ് സമ്പാദിച്ച് സേവ് ചെയ്ത് അവർ 1952 കുറച്ച് സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു വീട് വെച്ചു, അവരുടെ ഡ്രീം ഹോം. They built a small single-storied house with 2 bedrooms. They built single-storied house because they would not have to climb the stairs when they grew older and their knees become feeble. 2 ബെഡ്റൂംസ് ഉള്ള ഒരു ചെറിയ ഒറ്റനില വീടാണ് അവർ നിർമ്മിച്ചത്. ഒറ്റനില വീട് നിർമ്മിച്ചത് തന്നെ വയസ്സാം കാലത്ത് സ്റ്റെയർ കയറി കഷ്ടപ്പെടണ്ടല്ലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. There was enough space around it so that they could get breeze flowing from nearby stream. The birds nestled and whistled on the trees around and all the bushes were in blossom. The little daughter Rushika rolled about on the green grass. അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു അവരുടെ വീടിരിക്കുന്ന സ്ഥലം. ആവശ്യത്തിന് കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുമായിരുന്നു. തൊട്ടടുത്ത് ചെറിയൊരു അരുവിയുമുണ്ട്. ചുറ്റുമുള്ള മരങ്ങളിൽ അത്യാവശ്യം കിളികളൊക്കെ കൂടുകൂട്ടിയിരുന്നു. അവരുടെ ശബ്ദമൊക്കെ വളരെ രസകരമായിരുന്നു. ചുറ്റുമുള്ള കുറ്റിച്ചെടികളിലെല്ലാം എപ്പോഴും പൂക്കൾ പൂത്ത് നിൽക്കുമായിരുന്നു. തൊട്ടടുത്തുള്ള പുൽത്തകിടികളിൽ തൻ്റെ മകൾ ഋഷിക എപ്പോഴും ഉരുണ്ടുമറിഞ്ഞ് കളിക്കുകയും ചെയ്യുമായിരുന്നു. അതൊക്കെ ഒരു കാലം. എന്നാൽ ഇന്ന് എവറിത്തിങ് ഹാസ് ചേഞ്ച്ഡ്. Land is difficult to come by and the price is costly too. So people are compelled to opt for a piece of land on some highways. If they do not have enough money, they build a swanky house. The courtyard is paved with tiles and water cannot percolate down through it. And finally it flows out and eventually joins in the ocean. As time changes, every aspect of life also change.
including land. നമ്മുടെ ഓൾഡ് നറേറ്റർ ലാൻഡിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ജസ്റ്റ് നോക്കാം. പണ്ടത്തെ പോലെയല്ല, ഇന്ന് ലാൻഡ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ കോസ്റ്റ്ലിയുമാണ്. ഇന്ന് ആൾക്കാർ കുറേയേറെ ഹൈവേസ് ആണ് പ്രിഫർ ചെയ്യുന്നത് താമസിക്കാൻ. ആവശ്യത്തിന് കാശില്ലെങ്കിൽ പോലും അവർ വളരെ ആഡംബരമായിട്ട് വീട് പണിയാനാണ് ശ്രദ്ധിക്കുന്നത്. വീട് പണിത് കഴിഞ്ഞോ മുറ്റം മൊത്തം ടൈലുകൾ പാകുന്നു. എന്നിട്ട് മഴവെള്ളം വീണാൽ ഭൂമിയിലേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാതെ വരുന്നു. അവ ഒഴുകിപ്പോവും. അവസാനം വന്ന് ചേരുന്നതോ കടലിലേക്കും. അങ്ങനെ കാലം കടന്നുപോയി, എല്ലാം മാറി, ലാൻഡ് പോലും മാറി. ഇനി നമുക്ക് ഓൾഡ് മദറിൻ്റെ മകൾ ഋഷികേനെ പറ്റി ജസ്റ്റ് നോക്കാം. ഋഷിക ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് ഹർ പാരൻസ് ആൻഡ് ഷീ ഈസ് എ യങ് ലേഡി നൗ. She is married and living with her husband. Her mother gifted her house as she is the only child to her and in the hope that she will look after the mother in her old ages. കാലം ഒരുപാട് കടന്നുപോയി. ഋഷിക വളർന്ന വലിയ കുട്ടിയായി. അവളിപ്പോൾ വിവാഹിതയാണ്, ഭർത്താവിനൊപ്പമാണ് താമസിക്കുന്നത്. തൻ്റെ വീട് തൻ്റെ സ്വപ്ന വീട് എന്ന് വേണം പറയാൻ അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. അവൾ ഒരേ ഒരു മകളാണ്. മാത്രമല്ല, ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ മറ്റൊരു കാരണമുണ്ട്. വയസ്സാം കാലത്ത് തനിക്കൊരു സപ്പോർട്ടിന് അവൾ ഇവിടെ വന്ന് നിൽക്കും, തന്നെ പരിചരിക്കും എന്നൊരു പ്രതീക്ഷയും കൂടി ഉണ്ടായിരുന്നു. She chooses to demolish the old house and build a 4-storied apartment block, which would bring her a handsome rent every month. We could assume that Rishika is an educated, business-minded lady. As she cannot look after the old mother, she decided to send her to the old age home. തൻ്റെ പേരിലേക്ക് എഴുതി കിട്ടിയ ആ വീട് പൊളിച്ചു മാറ്റാനാണ് ഋഷിക ആദ്യം തീരുമാനിച്ചത്. പകരം അവിടെ ഒരു 4 നില അപ്പാർട്ട്മെൻറ്റ് പണിയാനും. അങ്ങനെ അവൾക്ക് മാസം നല്ലൊരു വരുമാനം കയ്യിൽ കിട്ടുമെന്നും പ്രതീക്ഷിച്ചു. ഋഷിക ശരിക്കും ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് മൈൻഡഡ് ലേഡിയാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അവൾക്ക് തൻ്റെ അമ്മ തന്നെ ഒരു ഭാരമായിട്ട് തോന്നിയിരുന്നു. അവരെയും ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് ആക്കിയാൽ തൻ്റെ ബാധ്യതയെല്ലാം തീരും എന്നവൾ വിശ്വസിച്ചിരുന്നു. ഓൾഡ് മദറിൻ്റെ ഇപ്പോഴത്തെ ലിവിംഗ് കണ്ടീഷൻ എങ്ങനെയായിരുന്നു നോക്കാം. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹർ ഹസ്ബൻഡ്, ദ ഓൾഡ് ലേഡി lived with the servant maid രത്ന. She is emotionally and nostalgically attached to her dream home where she had lived happily till now. The house is now demolished into the last brick except her bedroom. Her dreams lies shattered here. The expression gift of the house is lauded with the irony as the old lady is exiled from the house. തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം രത്ന എന്ന പേരുള്ള ഒരു മെയ്ഡിനൊപ്പമാണ് പിന്നീട് ആ ഓൾഡ് വുമൺ ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ആ വീടിനോട് അവർക്ക് വല്ലാത്ത ഇമോഷണലി നൊസ്റ്റാൾജിക്കലി ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അവർ ഇത്രയും കാലം സന്തോഷത്തോടു കൂടി കഴിഞ്ഞ സ്ഥലമാണത്. ആ വീടാണ് ഇന്ന് അവസാന ഇഷ്ടിക പോലും പൊളിച്ചു നീക്കാൻ പാകത്തിന് കിടക്കുന്നത്. അവരുടെ സ്വപ്നമെല്ലാം ദാ ഇവിടെ ഷാറ്റർ ചെയ്യപ്പെട്ട് കിടക്കുന്നു. സ്വന്തം മകൾക്ക് സമ്മാനമായി കൊടുത്ത വീട്ടിൽ നിന്നും ഇറക്കി വിടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഓൾഡ് മദറിൻ്റെ ഏജിനെ പറ്റി ഈ സ്റ്റോറിയിൽ അവിടെ ഇവിടെ കേട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. നോക്കാം. എ ഹോം ഫോർ ദ ഏജ്ഡ് യൂഷ്വലി പെർമിറ്റ്സ് പീപ്പിൾ ഇൻ ദ 70s and above. They bought the house plot in the year 1952, which tells us about her age, and her only daughter is married too. So we can assume that the old lady is in her 70s. സാധാരണയായിട്ട് ഓൾഡ് ഏജ് ഹോംസ് 70 വയസ്സും അതിന് മുകളിലുമുള്ള ആൾക്കാരെയാണ് അവിടേക്ക് പെർമിറ്റ് ചെയ്യുക. പിന്നീട് ഒരു കാര്യം പറഞ്ഞിരുന്നു, അവർക്ക് വിവാഹിതയായ ഒരു മകളുണ്ട്. 1952 അവർ ഹൗസിന് വേണ്ടിയിട്ടുള്ള പ്ലോട്ട് വാങ്ങിച്ച് വീട് വെക്കുന്നത്. അതിൽ നിന്നൊക്കെ തന്നെ ഏകദേശം അവരുടെ ഏജിനെ പറ്റി നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണേലും ഷീ ഈസ് ഇൻ ദ ഏജ് ഓഫ് 70s. As the story opens, the mother says, the sun is smiling at her from outside the closed window. The servant maid closed it before the workmen came to demolish the remaining portion of her home. She wishes the windows were open so that the morning sun would warm her old shivering withered body. സ്റ്റോറിയുടെ ആദ്യ ഭാഗത്ത് നമ്മുടെ ഓൾഡ് മദറും രത്നയും തമ്മിൽ ചെറിയൊരു കോൺവെർസേഷൻ നടക്കുകയാണ്. അവശേഷിക്കുന്ന ആ ഒരു ബെഡ്റൂമും ഇന്ന് പൊളിച്ചു നീക്കാൻ പോവുകയാണ്. വർക്ക്മാൻ വരുന്നതിന് മുമ്പ് തന്നെ മെയ്ഡ് ജനാലകൾ അടച്ചിട്ടിരുന്നു. ആ ജനലുകൾ ഒന്ന് തുറന്നിരുന്നെങ്കിൽ എന്ന് അമ്മ ആഗ്രഹിക്കുകയാണ്. സൂര്യൻ തന്നെ നോക്കി പുറത്തുനിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും എന്നവർ മെയ്ഡിനോട് പറയുകയാണ്. തൻ്റെ ഈ തണുത്ത് വിറയ്ക്കുന്ന ശരീരത്തിൽ സൂര്യൻ്റെ ചൂടൊന്ന് ഏറ്റിരുന്നെങ്കിൽ എന്ന അമ്മ വിചാരിക്കുകയാണ്. While she was talking to the maid Ratna, her daughter Rishika appears smiling in the scene. The mother seems to understand that the bright smile of Rishika's face reflects the sense of relief she feels as the older mother is shifting to the old age home. തൻ്റെ മെയ്ഡ് രത്നയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മകൾ ഋഷിക കടന്നു വരികയാണ്. വളരെ പ്ലസൻ്റ് ആയിട്ട് അവൾ ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ചിരിയുടെ അർത്ഥം എന്തായിരിക്കുമെന്ന് അമ്മ ഊഹിച്ചു. അമ്മ എന്ന ബാധ്യത ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണല്ലോ. അതിൻ്റെ റിലീഫായിരുന്നു ആ മുഖത്ത്. ഋഷിക കൺസോൾ her mother saying that she will have a plenty of companions of her own age at the new home. She packed the family portraits to a cardboard box. Seeing this, the poor widow's heart split apart. അമ്മയുടെ പുതിയ വീട്ടിൽ അമ്മയുടെ തന്നെ പ്രായത്തിലുള്ള ഒരുപാട് കമ്പാനിയൻസ് ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓൾഡ് ലേഡീനെ ആശ്വസിപ്പിക്കുകയായിരുന്നു ഋഷിക. അതോടൊപ്പം തന്നെ അവൾ വളരെ വേഗം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനും തുടങ്ങി. അവരുടെ ലിവിംഗ് റൂമിൽ തൂക്കിയിട്ടിരുന്ന കുറേ പോർട്രേറ്റ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ഫോട്ടോസ്. അവൾ പെട്ടെന്ന് അതെല്ലാം ഒരു കാർഡ്ബോർഡിലേക്ക് നീക്കുന്നത് കണ്ടു. ആ കാഴ്ച കണ്ടപ്പോൾ ആ അമ്മയുടെ ഹൃദയം വല്ലാണ്ട് വിങ്ങി. ഋഷിക assures her that she will hang all these old photographs around the wall of her new home. The old mother was sorrowful unto the death.
വിഷമമാകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഋഷിക ഉടനെ തന്നെ പറഞ്ഞു, അമ്മയുടെ പുതിയ വീട്ടിൽ ഭിത്തിയിൽ മൊത്തം നമുക്ക് ഈ പഴയ പോർട്രേറ്റ്സ് ഒക്കെ തൂക്കിയിടാം കേട്ടോ എന്ന് ആശ്വസിപ്പിച്ചു. Although the mother wants to stalk her daughter even as the preparations were going on to pack her off, but she couldn't. എന്നിരുന്നാലും തന്നെ ഓൾഡ് ഏജ് ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഈ പ്രിപ്പറേഷൻസ് ഒക്കെ ഇവിടെ നടക്കുമ്പോഴും തൻ്റെ മകളുടെ തലയിലൊന്ന് തലോടണമെന്ന് അവർക്ക് തോന്നിയിരുന്നു. പക്ഷേ അവർക്കതും സാധിച്ചിരുന്നില്ല. വളരെ ഡീപ്പായിട്ടൊരു സൈലൻസ് അവരെ വന്ന് മൂടിയിരുന്നു. അങ്ങനെ ആ പാവം അമ്മ ഓൾഡ് ഏജ് ഹോമിലേക്ക് മൂവ് ചെയ്യാണ് തൻ്റെ ശിഷ്ടകാലം ജീവിച്ചു തീർക്കാനായിട്ട്. ഇതോടെ നമ്മുടെ സ്റ്റോറി അവസാനിക്കുകയാണ്. From the story we can understand that the widow's pathetic light and her deep silence and the daughter's cruel selfishness are a reflection of the social condition that prevails everywhere in our time. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല അല്ലേ? ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് ചുറ്റും എല്ലായിടത്തും ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. The deep silence that broods over the woman is same as many old people across the world. ലോകത്താകമാനം ഒരുപാട് പാരൻസ് ഉണ്ടാവും നമ്മുടെ ഓൾഡ് മദർ അനുഭവിക്കുന്ന അതേ ഡീപ്പ് സൈലൻസ് അനുഭവിച്ച് ഒന്നും മിണ്ടാതെ വെറുതെ എന്തൊക്കെയോ ഓർത്തിരിക്കുന്ന ആൾക്കാർ. ഈ സ്റ്റോറിയിൽ ഒരു ഭാഗത്ത് അമ്മ തൻ്റെ മെയ്ഡ് രത്നയോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അവസാന ശ്വാസം നിലയ്ക്കുന്നവരെ നേച്ചറിനെ വിശ്വസിക്കുന്ന ഒരു ക്രീച്ചറിനെയും നേച്ചർ ഉപേക്ഷിക്കില്ല, പക്ഷേ മനുഷ്യരൊരിക്കലും അങ്ങനെയല്ല അല്ലേ എന്ന്. ആ അമ്മയുടെ ഹൃദയം എത്രത്തോളം ആഴത്തിൽ വിഷമിച്ചിരിക്കണം അല്ലേ? ദാറ്റ് ഡീപ്പ് സൈലൻസ് എന്ന ഈ സ്റ്റോറി ഇന്നത്തെ കാലത്തിൻ്റെ കഥയാണ്. നമുക്കെല്ലാവർക്കും കാലം കരുതി വെച്ചിരിക്കുന്നത് ഇത്തരം ഒരു സമ്മാനമായിരിക്കുമോ? ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് മൈ ക്ലാസ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണ് വേണ്ടതെന്ന് വെച്ചാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ചാനൽ സജസ്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.